ഇന്ന് കുറഞ്ഞ ചേരുവ വെച്ചിട്ടുള്ളൊരു സാധാരണ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിലവ് കുറവാണ്, വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റം ഉപയോഗിച്ചുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റെഡിഷ് കളറായി വരുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ, അപ്പോൾ ഇതൊരു പുഡിങ്ങാണ്, ഏത് പാത്രത്തിലാണോ പുഡിങ് ഒഴിച്ച് വയ്ക്കാൻ നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് വെക്കണം. അപ്പം ഞാനിങ്ങനെ ഒരു സ്പടിക ബൗളാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒഴിച്ച് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് 500 ml പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 600 ml പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ 500 ml പാലാണ് തിളപ്പിക്കാനായിട്ട് എടുത്തു വച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒന്ന് പാല് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 150 ഗ്രാം പഞ്ചസാര ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കണം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 200 ഗ്രാം പഞ്ചസാര വരെ ആകാം. അതൊന്ന് ഡിസോൾവായി വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 100 ml പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 100 ml പാലുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ പാനിലുള്ള പാല് ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയ പാലിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുറുക്കിയെടുക്കണം. ഈ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കുറുകാൻ തുടങ്ങും പാല്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കുറുകി വരുമ്പോൾ അത് നമ്മൾ നേരത്തെ കാരമലൈസ് ഒഴിച്ചു വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഈ കുറുകിയ കൺസിസ്റ്റൻസി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തട്ടി റൂം ടെമ്പറേച്ചറിലേക്ക് ആവുന്നതുവരെ മാറ്റി വയ്ക്കണം. അതിനുശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് 2 മണിക്കൂർ വയ്ക്കണം. 2 മണിക്കൂർ വെച്ച ശേഷം നമ്മൾ ഇതുപോലെ എടുത്ത് സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 3 സംഗതി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയുള്ള, കുറഞ്ഞ ചിലവിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക.